8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ചെറിയൊരു പാഠഭാഗമാണ് നിലനിൽപ്പീയം. VKN സവിശേഷമായൊരു രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ടു നിന്ന വ്യക്തിത്വമായിരുന്നു വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ അഥവാ VKN. ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ഈ എഴുത്തുകാരൻ. സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച നോവലുകളും കഥകളുമാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ അനശ്വരനാക്കിയത്. ഇംഗ്ലീഷ് വിവർത്തനത്തിന് വഴങ്ങാത്ത അത്യപൂർവ ശൈലിയിലായിരുന്നു VKN കഥകൾ പറഞ്ഞിരുന്നത്. അല്പം ബുദ്ധി കൂടിയ നർമ്മമായതിനാൽ VKN കഥകൾ വായനക്കാരുടെ ഒരു പ്രത്യേക വലയത്തിലൊതുങ്ങുകയും ചെയ്തു. അധികാര വ്യവസ്ഥയ്ക്കെതിരെ അനുരഞ്ജനരഹിതമായ വിമർശനങ്ങളായിരുന്നു VKNൻ്റെ പ്രധാന രചനകളിലെല്ലാം. ഹിസ്റ്റോറിക്കൽ സറ്റയർ എന്ന സാഹിത്യരൂപം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. മന്ദഹാസം, പയ്യൻ, ക്ലിയോപാട്ര, പയ്യൻ്റെ കാലം, കാലഘട്ടത്തിലെ പയ്യൻ, പയ്യൻ്റെ സമരം, പയ്യൻ്റെ യാത്രകൾ, കുഞ്ഞൻ മേനോൻ, അതികായൻ, ചാത്തൻസ്, ചൂർണാനന്ദൻ, സർ ചാത്തുവിൻ്റെ റൂളിംഗ് തുടങ്ങിയവ കഥാസമാഹാരങ്ങളും അസുരവാണി, മഞ്ചൽ, ആരോഹണം, ഒരാഴ്ച, സിൻഡിക്കേറ്റ് തുടങ്ങിയവ നോവലുകളും അമ്മൂമ്മ കഥ നോവലെറ്റും 5000 കോപ്പും നർമ്മലേഖനവുമാണ്. നിലനിൽപ്പീയം VKNൻ്റെ പയ്യൻ കഥകൾ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ് പാഠഭാഗത്തുള്ളത്. പയ്യൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യകളാണ് വിവരിക്കുന്നത്. വിവിധ കറികൾ കൂട്ടി 8 ഇഡ്ഡലിയും 2 ഗ്ലാസ് കാപ്പിയും പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നു. ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, ഓലൻ, മെഴുക്കുവരട്ടി, കടുമാങ്ങ, പപ്പടം, മോരുകൂട്ടി കഴിക്കുന്നു. ഉടനെ തന്നെ റേഡിയോയും കേട്ട് കിടക്കുന്നു. പിന്നീട് 3 മണി വരെ ഉറക്കം. 3:30 ചായയും പലഹാരവും കഴിക്കുന്നു. വൈകുന്നേരം നടക്കാൻ പോകുന്നു. ആ സമയത്ത് ആരോടും മിണ്ടുന്നില്ല. സന്ധ്യയ്ക്ക് തിരിച്ചു വീട്ടിലെത്തി അസനയേലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ച് കുളിക്കുന്നു. 8 മണിക്ക് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും അത്താഴത്തിന് കഴിക്കുന്നു. 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞെന്നും തിന്നേണ്ടതെല്ലാം തിന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് മരിക്കാനുള്ള അവസരമാണ്. അയാൾ മരിക്കാൻ കിടക്കുന്നു. മരിച്ചു ശവം വഹിച്ചു പോകുന്നവരോട് ചോദിക്കുന്നു, അവിടെയും രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ എന്ന്. വിശകലനം: ആധുനിക സമൂഹത്തിൻ്റെ പൊങ്ങച്ചങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്ഷേപഹാസ്യ കഥയാണ് നിലനിൽപ്പീയം. ജീവിക്കാനായി ഭക്ഷണം കഴിക്കുന്നതിനു പകരം ഭക്ഷണം കഴിക്കാനായി ജീവിക്കുകയാണ് ഇതിലെ കഥാപാത്രം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൂക്കുമുട്ടെ ഭക്ഷണം കഴിക്കുകയാണ്. ആട്ടം മുട്ടുന്നതുവരെ തളരുവോളം ചായ കുടിച്ചു എന്ന പ്രയോഗങ്ങൾ അത് സൂചിപ്പിക്കുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെ പോയി കിടക്കുന്നു. പിന്നെ സന്ധ്യയ്ക്ക് നടക്കാൻ പോകുന്നുണ്ടെങ്കിലും ആരോടും മിണ്ടുന്നില്ല എന്നതിൽ നിന്നും ചുറ്റുമുള്ളവരുമായി അടുത്തിടപഴകാത്ത ആളാണെന്ന് മനസ്സിലാക്കാം. പുതുതലമുറയുടെ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് ഇവിടെ കാണുന്നത്. വിശപ്പ് മാറാൻ കഴിക്കുന്നതിന് പകരം വയറു പൊട്ടും വരെ കഴിക്കുന്നു. കഴിച്ച ഉടനെ പോയി കിടക്കുന്നു. പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് എന്ന് കാണിക്കാൻ നടക്കാൻ പോകുന്നു. ഇനി ഒന്നും ചെയ്യാനും രുചിക്കാനും ബാക്കിയില്ലെന്ന് തോന്നുമ്പോൾ മരണം സ്വീകരിക്കുന്നു. ശവമഞ്ചലിൽ കിടക്കുമ്പോഴും ചോദിച്ചറിയുന്നത് ഭക്ഷണകാര്യത്തെക്കുറിച്ചാണ്. പണം അധികമാകുമ്പോൾ മനുഷ്യന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഴിക്കണം എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ്. ഭക്ഷണം നിയന്ത്രിക്കാതെ പണത്തിൻ്റെ ബലത്തിൽ ഇഷ്ടമുള്ളതെല്ലാം വയറു പൊട്ടുവോളം കഴിക്കുകയും പിന്നീട് തടി കുറയ്ക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനുമായി നടക്കാൻ പോകുകയും ചുറ്റുമുള്ള മനുഷ്യരുമായി ഇടപഴകാതെ ഇടുങ്ങി ജീവിക്കുകയും ചെയ്യുന്ന പണക്കാരുടെ പ്രതീകമാണ് ഇവിടെ പയ്യൻ. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.